നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, മക്കളെല്ലാവരും വിളിക്കുന്നവർക്കെല്ലാം ഒരുപാട് വിഷമങ്ങളും വേദനകളും സമാധാനമില്ലായ്മ ഇതൊക്കെയാണ് എന്നെ ഓരോ മക്കൾ വിളിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഇന്നത്തെ ഭജന നടത്തുവാണ്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആരോഗ്യവും ആയുസ്സും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും പൊട്ടിപ്പായി പ്രാർത്ഥിക്കാം. എല്ലാ വിളിക്കുന്നവർക്കൊക്കെ ഇത്രയും കടുപ്പമേറിയ വിഷമങ്ങൾ ഞാൻ ചോദിക്കും, എന്താ ഓരോ നാളും പറയുമ്പോൾ അവർക്ക് വീട്ടിൽ 2-4 പേരുണ്ടെങ്കിൽ അവർക്ക് മൊത്തം ഈ ദോഷ സമയമാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആ സമയത്ത് അത്രത്തോളം ഈശ്വരനെ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വിഷമങ്ങളും സമാധാനക്കേടും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് മുട്ടിപ്പായി ഭഗവാനെ പ്രാർത്ഥിക്കാം. നന്നായി അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഭഗവാനെ ഇഷ്ടത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മൾ അതായത് ജഗദമ്മ, ഇതിലൊരു മകളുണ്ട്, എന്നും അതിൻ്റെ കമൻസ് ഞാൻ വായിക്കും. എത്രമാത്രം ഇഷ്ടമാണ് ഭഗവാനോട്, എത്ര തന്നെ പ്രാർത്ഥിച്ചാലും അതിന് മതി വരത്തില്ല. അത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ വേണം, മതി വരരുത്. എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മതി പോരാ, ഇനിയും കേൾക്കണം, ഇനിയും പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു മനസ്സാവെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളോട് ഇഷ്ടം വരൂ. നമ്മൾ പേടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലാതിരിക്കും, പ്രാർത്ഥിക്കാതിരിക്കും, ദോഷം വന്നാലോ എന്ന് കരുതി ചൊല്ലുന്ന ഒരു ചൊല്ലല്ല. നമുക്ക് ഭഗവാനോട് അത്രമാത്രം പ്രേമമാകുന്ന ഭക്തി തന്നെ വേണം. എന്നിട്ട് എത്ര കണ്ട് നമുക്ക് നമ്മുടെ കുട്ടിനാളി നമ്മുടെ അമ്മയുടെ കൂടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് മതി വരത്തില്ല. അതുപോലെ അല്ല, ഇത് ലോകനാഥനാണ്, ലോകപിതാവാണ്, ലോകമാതാവാണ്. ലോകപിതാവും മാതാവോട് ചേർന്ന പരബ്രഹ്മമൂർത്തിയാണ്. ഈ അവതാരങ്ങളെല്ലാം അത് തന്നെയാണ്. രൂപമെടുത്ത് വന്നപ്പോൾ നമുക്ക് പല പല നാമത്തോടും രൂപത്തോടും വന്നു, നമുക്ക് വേണ്ടി ഗുരുക്കന്മാരായി വന്നു. നമ്മൾ സന്തോഷമായിട്ട് എത്ര ചൊല്ലിയാലും പോരാ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ അടുക്ക ചേർന്നിരിക്കുന്ന നമ്മൾ ഒട്ടിയിരുന്ന് ചൊല്ലി വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ തന്നെ നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥ, ആ പരബ്രഹ്മം നമ്മൾ തന്നെ ആയി മാറണം. എന്നാലും നമുക്ക് മുഴുക്കത്തില്ല. എത്ര ചൊല്ലിയാലും നമുക്ക് സന്തോഷം, സ്നേഹം ഇതൊക്കെ ഭഗവാനോട് വേണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് ജയാനിൽ, ബിജു, ഗീതാ നായർ, പ്രസന്ന, അജിതാഭായി, ജഗദമ്മ, ശ്രീകല, താരാ മനോജ്, നിർമ്മല രമേഷ്, രുക്മിണി മോഹൻ, പാർവതി, കലാനാരായണൻ, അമൽ സുമ, അതിൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഇന്ന് വിളിച്ചു. വേറൊരു മകൾ എനിക്ക് ഒരു ഡോക്ടറുടെ നമ്പർ തന്ന് അതിൻ്റെ അസുഖത്തിന് വേണ്ടി ഒരു ഡോക്ടറെ ഞാൻ അങ്ങനെ അതിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവർ 4 ഡോക്ടറെ കാണിച്ച് 4 ഡോക്ടറുടെ മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ല. പിന്നെ ഇപ്പം 3-4 ദിവസം കൊണ്ട് ഈ ഹീല് കൊടുത്തതിന് ശേഷമാണ് കുറച്ച് കുഞ്ഞ് ഉറങ്ങി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഭക്തിപരമായി മാത്രമേ അത് മാറൂ. എന്തെങ്കിലും ദോഷങ്ങളായിരിക്കും, എങ്ങനെ മുൻ ജന്മങ്ങളിലുള്ള എന്തെങ്കിലും പാപങ്ങളായിരിക്കാം. അതിന് ചികിത്സിച്ചാൽ മാറില്ല. നമ്മൾ തന്നെ അകമഴിഞ്ഞ ഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചല്ലാതെ മാറത്തില്ല. ചില രോഗങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥന ഒരിക്കലും പാഴിപ്പോകത്തില്ല, ഏതിനും നല്ലതാണ്. അപ്പോൾ അവർ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു നമ്പർ തരട്ടെ ഒരു ഡോക്ടറുടെ. എനിക്ക് വേറൊരു കുട്ടിയാണ് തന്നത്, ബിജുവാണ് തന്നത്. അപ്പോൾ ഞാനതിനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് 4 ഡോക്ടർ ചികിത്സിച്ചിട്ടും കുറവില്ല, കുഞ്ഞിന് ഉറങ്ങാനും പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു വിഷമമായിപ്പോയി. ഇപ്പം ഞാനൊരു ഹീല് കൊടുത്ത്, ഞാനെന്ന് വെച്ചാൽ പരമാത്മാവ് തന്നെയാണല്ലോ, ഈ നാമവും ഒക്കെ കേട്ടും കൊണ്ട് നമ്മൾ ഈ ഹീലൊക്കെ ചില കാര്യങ്ങൾ ദോഷങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥന തന്നെ നല്ലത്. യഥാർത്ഥ അസുഖമായിരിക്കും, അതെന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ കഴിഞ്ഞ ജന്മത്തിൻ്റെയൊക്കെ വാസനകളായിരിക്കും അങ്ങനെ വരുന്നത്. അതിന് പ്രാർത്ഥന തന്നെയാണ് നല്ലത്. അപ്പോൾ അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുക ചെയ്തത്, ഇപ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കുഞ്ഞിനുള്ളതെന്ന്. അപ്പോൾ അത് നല്ലതല്ലേ? അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണ്ടേ? അതുകൊണ്ട് അമൽ സുമ, അത് അവരുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് സുമയുടെ. രമാരാജും അതുപോലെ. അതിന് പിന്നെ പ്ലാസ്റ്റർ ബാൻഡേജൊക്കെ കാലിട്ടേക്കുന്നു, എങ്കിലും വേദന കുറവുണ്ട്. അത് സാധാരണ കാലിന് പറ്റിയ ഒരു ആക്സിഡൻറ്റ് ഇതാണ്, കാല് ചിറമ്പിയോ പൊട്ടലോ കണ്ടുള്ളതാണ്. ഗീതാ സോമരാജനും പനിയൊക്കെയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു, മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നല്ലൊരു ഹീലിങ്ങോട് കൂടിയ ഒരു പ്രാർത്ഥന ഭജന, നല്ല ഹീലിംഗ് ഇപ്പോഴേ പോകുന്നുണ്ട്. അത് എല്ലാവരിലേക്കും വ്യാപിക്കുക. എല്ലാവരും അത് ഏറ്റുവാങ്ങി എല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ഭക്തി വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഏതിലും മുക്തനാവാൻ പറ്റൂ, ഏത് രോഗത്തിൽ നിന്നും കരകയറാൻ പറ്റൂ. ഭക്തിയോട് പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ട് ഭക്തിയോട് തന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യമേ ഗണപതി ഭഗവാനെ കൊണ്ട് തന്നെ
എല്ലാം ഞാൻ കൊച്ചു കൊച്ചു പാട്ടുകൾ ഞാൻ തന്നെ എഴുതിയ സ്തുതിപ്പുകളാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അത് കേട്ടിരുന്ന് ധ്യാനിച്ചിരിക്കുക, ഈശ്വരനോട് അഭയം പറയുക. സർവ്വദോഷങ്ങൾ മാറാൻ വേണ്ടി ആ ഭഗവാനോട് അതാ ഒന്നും നമുക്ക് ധ്യാനിക്കുമ്പോൾ ലയിക്കാൻ മാത്രം ലയം മതി. ധ്യാനിച്ച് ലയിക്കുക, ലയിച്ച ആനന്ദത്തിൽ ഇരിക്കുക. അത് ഭക്തി വർദ്ധിക്കാനാണ്. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഭഗവാൻ ദയാപരനും കൃപാകരനും ഒക്കെയാണ്. ആ സർവ്വവിഘ്നങ്ങൾ തീർന്ന ഗണപതി ഭഗവാനെ നമുക്ക് അത്രത്തോളം ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിച്ച് ഹീലിങ്ങോടുകൂടി, നല്ല ഹീലിംഗാണ് ഞാൻ വരുന്നത്. ഗണപതി ഭഗവാന്റെ ഹീലിംഗാണ്. എല്ലാ വിഘ്നങ്ങളും മാറി സർവ്വപേർക്കും ആനന്ദത്തിൽ നിറയാൻ. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമപുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമപുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന അതായത് ഗണപതി ഭഗവാനെ, ഗജത്തിൻ്റെ മുഖത്തോട്, അതാണ് ഗജ ആനനം. ആനനം മുഖം, ഗജം ആന. ഭഗവാൻ ഗണപതി ഭഗവാൻ ആനയുടെ തുമ്പിക്കേക്കുള്ള, അതുകൊണ്ടാണ് ഗജാനന. പിന്നെയോ ഭക്തേശ്വര, ഭക്തന്മാരുടെ ഈശ്വരന. എന്നിട്ട് എന്ത് പറയാം, മംഗളപ്രദായക, എല്ലാവർക്കും മംഗളം കൊടുക്കുന്ന ഭഗവാൻ. ഇനി എന്താ, സർവപാപനാശന, സർവ പാപങ്ങളെ നശിപ്പിക്കണമേ, വിഘ്നങ്ങളെല്ലാം മാറ്റണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി പറയാം. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന, ദുഃഖങ്ങളും ദുരിതങ്ങളും നശിപ്പിക്കണമേ ഭഗവാനെ. പരമഭക്തരക്ഷക, ഭക്തന്മാരെ രക്ഷിക്കുന്ന ഭഗവാനെ. പാലയ കൃപാകര, പാലിക്കൂ, കൃപയോടുകൂടി പാലിക്കണമേ. ഭജാമ്യഹം, അഹം ഞാൻ ഭജിക്കുന്നു ഭഗവാനെ. ഗണപതി ഭഗവാനെ നമുക്ക് അഹം ഭജാമ്യഹം, ഞാൻ ഭജിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. നമുക്ക് ദേവി സരസ്വതിയെ കൊണ്ട് ഗണപതി ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ സരസ്വതി എന്നും അങ്ങനെ ചൊല്ലുന്നില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് അമ്മയെ കൊണ്ട് ചൊല്ലാം. വിദ്യാരൂപിണി സരസ്വതി ദേവി നമ്മുടെ ചിത്തത്തിൽ, നമ്മുടെ മനസ്സിൽ വാണരുളണമേ. അമ്മയല്ലേ, അല്ലാതെ ആരോട് നമ്മൾ പറയാനാ? ലോകമാതാവല്ലേ, ദേവിയല്ലേ, അറിവിനും അറിവായ ജ്ഞാനക്കടലേ, നമുക്കെല്ലാം അറിവ് തരണം. ഈശ്വരൻ അറിവാകുന്നു. ആ അറിവ് നമുക്ക് ഉണ്ടാകണമേ, വിജ്ഞാനം അറിയണമേ, ബുദ്ധിയും ശക്തിയൊക്കെ തരണമേ. അമൃതക്കടലാണ്, കടൽ പോലെ അമൃതമുള്ള അമ്മേ ദേവി വീണാപാണി. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും അമ്മ വിളയാടണം. നമുക്ക് നാമം ചൊല്ലാനും നന്നായി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറയാനും ഇതൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ അമ്മ വിളയാടണമേ. ദേവി സരസ്വതി ആരാ? വിദ്യാരൂപിണിയാണ്. വിദ്യയ്ക്ക് വേണ്ടി അമ്മയെ തന്നെ പ്രാർത്ഥിക്കണം. ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേ വാണരുളേണം. അമ്മയല്ലേ നീ, ദേവിയല്ലേ നീ. ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേ വാണരുളേണം. അമ്മയല്ലേ നീ,
ദേവിയല്ലേ നീ. അറിവിന്നറിവേ ജ്ഞാനക്കടലേ അറിവു നൽകിടണേ. ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. അറിവിന്നറിവേ ജ്ഞാനക്കടലേ അറിവു നൽകിടണേ. ബുദ്ധിയും ശക്തിയും തന്നരുളേണം അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. അമൃതക്കടലേ വീണാപാണി നാവിൻ തുമ്പിലമ്മേ. വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം. അമൃതക്കടലേ വീണാപാണി നാവിൻ തുമ്പിലമ്മേ. വിളയാടേണം ഞങ്ങൾക്കെന്നും ദർശനം തന്നിടേണം. അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. ദേവി സരസ്വതി വിദ്യാരൂപിണി ഞങ്ങളുടെ ചിത്തേ വാണരുളേണം അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. അമ്മയല്ലേ നീ. ദേവിയല്ലേ നീ. രാമ 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 സീതാ രാമ രാമ രാമ. 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 എല്ലാവരും പരമാത്മാവായ പരമേശ്വരനെ, ആ ഓങ്കാരപ്പൊരുളാണ് രാമ. ആ പരമ്പൊരുൾ, ആദി പരാശക്തി ആയാലും പരബ്രഹ്മം പിതാവായാലും രണ്ടും ഒന്നായി നിൽക്കുന്ന പരബ്രഹ്മ പൊരുൾ, നിഷ്കള ബ്രഹ്മം, അതിൻ്റെ അവതാരങ്ങളാണ് ശ്രീരാമനും കൃഷ്ണനും ഒക്കെ. അപ്പോൾ നമുക്ക് അത്രത്തോളം ശക്തിപൂർവ്വം പ്രാർത്ഥിക്കണം. രാമ 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 സീതാ രാമ രാമ രാമ. 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 അയോധ്യാധിപതി രാമ ദശരഥ നന്ദന രാമ. സീതാവല്ലഭ രാമ കൗസല്യാത്മജ രാമ. അയോധ്യാധിപതി രാമ ദശരഥ നന്ദന രാമ. സീതാവല്ലഭ രാമ കൗസല്യാത്മജ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 ജയ ജയ ശ്രീരാമ ജയ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 ജയ ജയ ശ്രീരാമ ജയ രാമ. അർക്കകുലോദ്ഭവ രാമ ഹനുമാൻ സേവിത രാമ. സുഗ്രീവ പ്രിയ രാമ രാവണാന്തക രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 ജയ ജയ ശ്രീരാമ ജയ രാമ. അർക്കകുലോദ്ഭവ രാമ ഹനുമാൻ സേവിത രാമ. സുഗ്രീവ പ്രിയ രാമ രാവണാന്തക രാമ. അർക്കകുലോദ്ഭവ രാമ ഹനുമാൻ സേവിത രാമ. സുഗ്രീവ പ്രിയ രാമ രാവണാന്തക രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ. രാമ 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 ജയ ജയ ശ്രീരാമ ജയ രാമ. രാമ 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 ജയ ജയ രാമ രാമ രാമ.
രാമ 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 ജയ ജയ ശ്രീരാമ ജയ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. രാമ 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 സീതാ രാമ രാമ രാമ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. മനുഷ്യനായി ഭഗവാൻ അവതരിച്ചിട്ട് എന്താ ചെയ്തത്? എല്ലാ ഭക്തന്മാർക്കും ബ്രഹ്മാനന്ദം, മോക്ഷദായകൻ. അങ്ങനെ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ ഭക്തരെ ശിക്ഷ കൊടുത്ത് നന്നാക്കി ഭക്തന്മാരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ. ഗോവർദ്ധന ഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര. ഗോവർദ്ധന ഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ. ഭഗവാൻ വനക്രീഡയും ജലക്രീഡയും എല്ലാം ഗോപികമാരെയൊക്കെ വൃന്ദാവനത്തിൽ സന്തോഷിപ്പിച്ച് എന്താ ചെയ്തത്? ബ്രഹ്മാനന്ദത്തിൽ ലയിപ്പിച്ചതാ. അറിയാത്ത കണ്ടുകൊണ്ട് നിൽക്കുന്ന കാണികൾ എന്ത് വിചാരിക്കും? ഭഗവാന്റെ കാമുകിമാരാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എന്താ നടക്കുന്നേ? അങ്ങനെ ഉള്ള മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്ത്രീകളും ഒന്നുപോലെ ആകണമെന്നില്ല. പുറമേ അങ്ങനെ അവർ തോന്നിയാലും ഭഗവാൻ മാറി നിന്നിട്ട് അവരെ അതിലേക്ക് ഈശ്വരങ്ങളിലേക്ക് അടുപ്പിക്കാൻ, ബ്രഹ്മത്തിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചു ഭഗവാൻ. എല്ലാവരെയും അങ്ങനെയാണ് ഭഗവാൻ അതിനു വേണ്ടിയാ ഇവിടെ ജന്മം എടുത്തത്. അതുകൊണ്ട് വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ. എന്താ രമിപ്പിക്കുക? പരമാനന്ദത്തിൽ ലയിക്കുന്നു, ഭഗവാനോട്ട് ചേരുക, ആ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുക, ആനന്ദം അനുഭവിക്കുക. അതാണ് വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികമാരെ രമിപ്പിച്ച നാരായണ. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ. ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ. 16,008 നമ്മൾ പറയില്ലേ, അത് അവർക്കെല്ലാം ഭഗവാനെ വേണം. എനിക്കും വേണം, ലോകത്തിലെ എല്ലാവർക്കും വേണം. അന്നൊരു സംഖ്യ, ഒരു വലിയൊരു തുക 16,000 എന്ന് പറയുന്നത് അനേകം ഗോപസുകൾക്ക് അത് എണ്ണി അത്രയും ആക്കി എടുക്കാൻ പറ്റുമോ? അനേകം ഉണ്ട്. അതിനാണ് 16,000 എന്നൊരു സംഖ്യ പറയാം. അവരെല്ലാം എന്ത് ചെയ്തു ഭഗവാൻ? എല്ലാവരുടെയും മുന്നിൽ ഭഗവാൻ ഒരേ കൃഷ്ണൻ ഒരേ സമയം തന്നെ എല്ലാവരുടെയും അടുക്കലുണ്ട്. എന്താ കാരണം? ഈശ്വരൻ ഇപ്പോഴും അങ്ങനെയാ. ഈ ലോകത്തുള്ള ഭക്തന്മാർ എവിടെല്ലാം കോടിക്കണക്കിനുണ്ട്. ഇപ്പം എന്നോടൊപ്പം ഉള്ള കൃഷ്ണൻ ആരോടെല്ലാം ഈ സമയത്തിനുണ്ട്? അത് തന്നെയാണ് അന്നും. ഒരേ സമയം എല്ലാവരുടെ മുന്നിലുണ്ട്. എല്ലാവർക്കും വേണം പരമാത്മാവിനെ. ശ്രീകൃഷ്ണൻ ഒരേ സമയം അനേകം ഗോപികമാരെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ച നാരായണ. കൃഷ്ണ കൃഷ്ണ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. കൃഷ്ണ രാമ ഹരി നാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരി നാരായണ.
രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ. നന്നായി പ്രാർത്ഥിക്കും മക്കളെ. എല്ലാവരും ഈശ്വരനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഈശ്വരനാ. നമുക്കെല്ലാവർക്കും വേണം ഭഗവാൻ. എല്ലാവർക്കും ആനന്ദത്തിൽ നിറയാൻ ഈ ഗോപസ്ത്രീകൾ എത്രമാത്രം ഗോപസ്ത്രീകളുണ്ടോ അവർക്കെല്ലാം ഭഗവാൻ ഒരുപോലെ നിന്ന് ഒരേ സമയം. എത്ര ഭക്തന്മാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ലോകം മൊത്തവും ഭക്തന്മാരുടെ എത്ര 1 കോടി 2 കോടികളാണോ? അപ്പോൾ അന്ന് ഒരു 16,000 സംഖ്യ, ഇന്ന് കോടിക്കണക്കിനെന്ന് പറയാം. ഈ സമയം തന്നെ എത്രയോ ഭക്തന്മാരുടെ ഉള്ളത്തിലുണ്ട്. അന്ന് ഭഗവാൻ ശരീരം ഉള്ളതുകൊണ്ട് ഭഗവാൻ തന്നെ ഭഗവാന്റെ മായ കൊണ്ട് എല്ലാവരുടെയും ഉള്ളത്തിലുണ്ട്, എല്ലാവരുടെയും അടുക്കലുണ്ട്. ഇന്ന് നമുക്ക് അത് അരൂപിയായിരിക്കുന്ന ഈശ്വരൻ അന്ന് ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച് പോയില്ലേ, സ്വർഗാരോഹണം ചെയ്തില്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം? ആ പരബ്രഹ്മം തന്നെ പരമാനന്ദത്തിൽ നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കണം. എല്ലാ ഭക്തന്മാരുടെ ഉള്ളത്തിൽ ആ ചൈതന്യം, ആ ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഉണ്ട് ഇപ്പോഴും. അന്നത്തെ പോലെ തന്നെയാണ്. അത് എല്ലാ മനുഷ്യൻ മനസ്സിലാക്കണം. അല്ലാതെ അറിവില്ലാത്തവരെ പോലെ നമ്മൾ ആകരുത്. ഭഗവാന്റെ കാമുകിയൊന്നും അല്ല ഈ 16,000 പേരും, ഭഗവാന്റെ ഭക്തരാണ്. അവർക്ക് അവരുടെ ആഗ്രഹം എന്താ? എല്ലാവർക്കും എനിക്ക് എങ്ങനെ വേണം അതുപോലെ എല്ലാവർക്കും അങ്ങനെയാണ്. ഭഗവാൻ എല്ലാവർക്കും വേണം, ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. അത് രുക്മിണിക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഭഗവാനെ വേണം. അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളത്തിൽ എല്ലാ ഭക്തന്മാർക്കും ഭക്തന്മാർക്കും, അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഈശ്വരൻ എല്ലാവർക്കും വേണ്ടെന്നെയാണ്. നമുക്ക് അമ്മയെ കൊണ്ട് പാലയ പാലയ, പാലിക്കണമേ അമ്മേ ദേവി. അതായത് പരാശക്തി, ആദ്യ പരാശക്തിയും പരമാത്മാവായ പിതാവും മാതാവുമാണ് പരാശക്തിയും പരമ്പൊരുളായിരുന്ന പരബ്രഹ്മവും. ഇത് രണ്ടുകൂടെ ചേർന്നുള്ള ഒരേ ഒരു ഈശ്വരൻ, നിഷ്കള ബ്രഹ്മം, അതായത് നിർഗുണാവസ്ഥയായിരിക്കുന്ന പരബ്രഹ്മം. അതാണ്. അതിൽ അമ്മയുണ്ട്, അതായത് പരാശക്തിയുണ്ട്, പിതാവുമുണ്ട്. പരാശക്തി നമ്മളെല്ലാം ഉള്ളത്തിൽ മൂലാധാരത്തിൽ കുടികൊള്ളുന്നു, പിതാവ് സഹസാരത്തിൽ കുടികൊള്ളുന്നു. ഭക്തി വന്ന് ആനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ പരാശക്തിയായിരിക്കും നമ്മുടെ ജീവശക്തി തന്നെ അവിടുന്ന് ആ പരംപിതാവിൽ തന്നെ ലയം പ്രാപിക്കുമ്പോൾ നമുക്ക് ആനന്ദലഹരി അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആ ലയം പ്രാപിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ലയം പ്രാപിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മോക്ഷത്തിലേക്ക് പോകാം. അതുപോലെ നമുക്ക് കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ ഉണ്ട് വലഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പോകെ ഈശ്വരനെ ആരാധിച്ച് ഇങ്ങനെ ലയം പ്രാപിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു ദോഷങ്ങളും നമുക്ക് ഏക്കത്തില്ല. കാരണം എപ്പോഴും ചൈതന്യം നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞ് കവിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല, ഒരു ദുഃഖവും ഉണ്ടാവത്തില്ല, ഒരു രോഗം ഉണ്ടാവത്തില്ല. രോഗം ഉള്ളതും കൂടി നമ്മൾ അറിയാതെ, ചില ഉള്ളത്തിൽ രോഗം ഉണ്ടാവാം, അത് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാം. ദുഃഖത്തിലും സുഖത്തിലും ഒരേ അനുഭവമായിട്ട് പോകും. ദുഃഖവുമില്ല, സുഖവും വേണ്ട, രണ്ടും ഒരേ അവസ്ഥ, ഒരു ആനന്ദം. പാലയ 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 മാം ദേവി, പാലയ 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 മാം, പാലയ 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 മാം ദേവി, പാലയ 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 മാം, മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. എല്ലാവരുടെ ദുഃഖം മാറാൻ പ്രാർത്ഥിക്കൂ. ഹീലിംഗ് ഇതാ വരുന്നുണ്ട്. പാലയ 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 മാം ദേവി, പാലയ 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 മാം, മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം, മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം, ദുഃഖവിനാശിനി പാലയ മാം അമ്മേ, ദുരിതവിനാശിനി പാലയ മാം, സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം, സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം, പാലയ 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 മാം ദേവി, പാലയ 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 മാം, മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം, മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. എല്ലാ ഭക്തമക്കൾക്കും ഈശ്വരകൃപയും പവറും എല്ലാം അവിടേക്ക് വരുന്നു. എല്ലാവരും ഏറ്റുവാങ്ങൂ. എല്ലാ ഭക്തമക്കൾക്കും ഈശ്വരൻ്റെ കൃപയും പവറും ശക്തി അതെല്ലാവരിലേക്കും ദാഹിക്കുന്നു.
കായേന വാചാ മനസേന്ദ്രികൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.